ഹായ് എവരി വൺ. ആഘോഷരാവാണ് മക്കളെ, നമ്മുടെ അനുമോൾ ജയിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇന്നലെ മുതൽ ഞാൻ തുടങ്ങി അനുമോൾക്ക് കപ്പ് കുറേ പേര് കമൻ്റ് ഇടുകയാണ്, ഞാൻ കള്ളം പറയുന്നു, ഞാൻ റിച്ചിന് വേണ്ടി പറയുന്നു. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ അനുമോളുടെ ഗെയിം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് മക്കളെ. നടന്നില്ലേ? കമൻ്റ് ഇട്ടവരെ നിങ്ങൾ എവിടെ? കുറേ പേര് പറഞ്ഞു ബ്രോ അനുമോൾക്ക് കപ്പ് കൊടുത്തതിന് ശേഷം നിന്നെ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന്. അവന്മാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ കണ്ടല്ലേ നമ്മുടെ ലാലേട്ടൻ പൊന്നുമോളായ അനുമോൾക്ക് കപ്പ് കൊടുക്കുന്ന രംഗം നിങ്ങൾ കണ്ടല്ലേ മക്കളെ? പൊന്നുമക്കളെ, അതൊന്നുമല്ല സീന്. സന്ദീപ് എടപ്പൽ നിങ്ങൾ നോക്കൂ, 204K സബ്സ്ക്രൈബ് ഉള്ളവന് വിവരമില്ലേ? 202,04,000 ആൾക്കാരാണ് ഇവനെ സബ്സ്ക്രൈബ് ചെയ്തത്. ഈ ചങ്ങായിക്ക് ഇതുവരെ വിവരം എന്തെന്ന് വന്നിട്ടില്ലേ? അവൻ്റെ ടൈറ്റിൽ ആദ്യം ഞാൻ ഇവനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. PR ജയിച്ചു, അനീഷ് തോറ്റു, അനുമോളുടെ കപ്പ് വിനുവിന് കൊടുക്ക്. എന്താണ് സന്ദീപേ, 204K സബ്ബായിട്ടും നിനക്ക് വിവരമില്ലേ? സബ്സ്ക്രൈബറിനെ നീ പറ്റിക്കുകയാണോ സന്ദീപേ? സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ആരാണ് സബ്സ്ക്രൈബ് ചെയ്തത്? എനിക്ക് പുച്ഛം മാത്രമാണ് സന്ദീപിനോട്. ഒരു പെൺകുട്ടി 100 ദിവസം അവിടെ കഷ്ടപ്പെട്ട് നിന്ന് അവസാന നിമിഷം കപ്പ് കിട്ടിയിട്ടാകുമ്പോൾ ഇങ്ങനെയാണോ പറയുന്നത്? അത് PR-ൻ്റെ ബലം കൊണ്ട് ജയിച്ചതാണെന്ന് പറയുന്നത് തെറ്റല്ലേ സന്ദീപ്? നീ തന്നെ മനസ്സിലാക്കണം. നമുക്ക് ഏതായാലും സന്ദീപ് പറയുന്ന കുറച്ച് കേൾക്കാം. സന്ദീപ് പറയുന്നത് കേട്ടുകൊണ്ട് സന്ദീപിനുള്ള ചുട്ട മറുപടി കൊടുക്കാം. ഓക്കെ, ഇവിടെ വിജയിച്ചത് സത്യത്തില് PR തന്നെയാണ്. PR വിനു. ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഞാൻ തുടക്കത്തിൽ പറയാറ് ബിഗ് ലൂസ് എന്നാണ്. ബിഗ് ലൂസ് തന്നെയാണ് ഈ പരിപാടി. വിനുവിനെ പോലെയുള്ള ആളുകളുടെ പിൻബലം ഉണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് ആർക്കും കപ്പടിക്കാം. എന്താണ് സന്ദീപേ, ആ പെൺകുട്ടിയെ എല്ലാവരും കൂടി ആക്രമിക്കുന്നത് നീ കണ്ടില്ലേ സന്ദീപേ? ആ പെൺകുട്ടിയെ മാത്രം എല്ലാവരും ടാർഗറ്റ് ചെയ്തത് നീ കണ്ടില്ലേ സന്ദീപേ? എന്തിനാടാ സന്ദീപേ ഇങ്ങനെ കളവ് പറയുന്നത് സന്ദീപേ? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ജിൻഡോക്ക് കപ്പ് വാങ്ങിക്കൊടുത്ത ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു പട്ടം കൂടി ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ദാ അടുത്ത പട്ടം അനുവിന് കപ്പ് വാങ്ങിക്കൊടുത്ത വ്യക്തിയാണ് എന്നുള്ളത്. എന്തൊക്കെയായാലും നല്ല ഊള പരിപാടിയായി അന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അനുമോളെ സപ്പോർട്ട് ചെയ്ത ആളുകളൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. എന്താണ് സന്ദീപ്, മലയാളികൾ പൊട്ടന്മാരാണോ സന്ദീപ്? സന്ദീപ് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയുകയാണ്. ഇവിടെ 10 കോടി 20 കോടി ചെലവഴിച്ചിട്ട് സിനിമ ഇറക്കുന്നുണ്ട്, അണിയറ പ്രവർത്തകർ സിനിമ ഇറക്കുന്നുണ്ട്. പക്ഷെ സിനിമ തോറ്റുപോകും. കാരണം എന്ത്? മലയാളികൾക്ക് ബുദ്ധിയുണ്ട്, നല്ലതിറക്കിയാൽ നല്ലതെന്ന് പറയും. ഇവിടെ അനുമോളുടെ ഗെയിം കണ്ടിട്ടാണ് സന്ദീപെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അനുമോൾ അവിടെ മികച്ച രീതിയിൽ ഗെയിം കളിച്ചു സന്ദീപെ. നീ ഏത് ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ് ആണോ സന്ദീപെ കണ്ടത്? ആ പെൺകുട്ടി അവിടെ എല്ലാവരും ഇട്ട് എന്തിനു വേണം അവസാന നിമിഷം ആദില ചതിച്ചു. ആദില എൻ്റെ നല്ലൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ച അനുമോൾ ആ ആദിലടക്കം ഈ പാവപ്പെട്ട പെൺകുട്ടിയെ ചതിച്ചു. അങ്ങനെ നമ്മൾ പ്രേക്ഷകർക്ക് കാണുന്ന സന്ദീപെ, അങ്ങനെയാണ് ഞങ്ങൾ വോട്ടിട്ടത് സന്ദീപെ. അതിന് ഈ സന്ദീപ് ഇങ്ങനെ വിഷം കാറിയിട്ട് എന്ത് കാര്യമാണ് സന്ദീപെ? നാണമുണ്ടോ? നിനക്ക് 2 ലക്ഷം സബ്സ്ക്രൈബർ ഇല്ലേ? അവരെ നീ പറ്റിക്കുകയാണോ സന്ദീപെ? ഓക്കെ, സന്ദീപ് പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങളുടെ കാഴ്ചപ്പാടുകളാവും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം, ഒരു തെറ്റില്ല. ഞാൻ അനീഷ് ഏട്ടനെ സപ്പോർട്ട് ചെയ്തു. മോനെ സന്ദീപ് ഒരു കാര്യം പറയുകയാണ്, അനീഷ് ഏട്ടൻ സപ്പോർട്ട് ചെയ്യാതെ നല്ല കാര്യമാണ്. എന്തിന് അനുമോളെ വിമർശിക്കുന്നു? അനുമോളെ ഇഷ്ടപ്പെട്ടത് കൊണ്ട്, സാധാരണക്കാരായ പ്രേക്ഷകർക്ക് അനുമോളെ ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ സന്ദീപ് അനുമോൾ കോട്ടിട്ടത്. അതായത് ജയവും തോൽവിയും ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം സന്ദീപേ. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. അനീഷിന് മാത്രമേ ഞാൻ വോട്ടും ചെയ്തിട്ടുള്ളൂ, നമ്മുടെ താല്പര്യങ്ങളാണല്ലോ. പക്ഷെ ഇവിടെ കണ്ടന്റ് കൊടുത്തിരുന്നു അനുമോളെന്നും ഒരു സാധാരണക്കാരൻ ഒരിക്കലും വിജയിക്കാൻ പാടില്ല എന്നൊക്കെ ഇയാൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. തൊപ്പിയുടെ വീഡിയോയിൽ തൊപ്പി ഇയാളെ വിളിച്ച സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു കോമൺ മാനെ എന്തിനുകൊണ്ട് ജയിപ്പിക്കണം, അതായത് കണ്ടന്റ് കൊടുത്ത അനുമോളെ അല്ലേ ജയിപ്പിക്കേണ്ടത്. പൊന്നാര പ്രേക്ഷകരെ, ഇത് വിനു പറഞ്ഞതാണ്. അതായത് അനുമോളുടെ ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊക്കെ അനുമോളുടെ PR എന്ന് പറയുന്ന വിനു പറഞ്ഞതാണ്. അവന് ഭ്രാന്താണ് വിനുവിന്. അതായത് അനുമോൾ ഈ പറയുന്ന വിനുവിന് എന്തിനാണോ ഇൻസ്റ്റഗ്രാം മാനേജ് ഞാൻ കൊടുത്തത്, അതാണ് ഒരു ഡീഗ്രേഡ് ആയി വന്നത്. ആ പൊട്ടൻ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ആ പൊട്ടൻ കാരണമല്ല അനുമോൾ അവിടെ ജയിച്ചത്, കളിച്ചത് കൊണ്ടാണ് ജയിച്ചത്. ഓക്കെ, അല്ലാതെ ആ പൊട്ടൻ്റെ PR-ഉം കാര്യങ്ങളൊന്നുമല്ല. അനുമോൾ അവിടെ അന്തസ്സായി കളിച്ചത് കൊണ്ടാണ് സന്ദീപ് വിജയിച്ചത്. ഈ കാര്യം നീ മനസ്സിലാക്കണം സന്ദീപ്. നീ എന്തുകൊണ്ട്, നീ ബിഗ് ബോസ് കാണുന്ന ഒരാളല്ലേ? ആ പെൺകുട്ടി അവിടെ എല്ലാവരും ഇട്ട് ആക്രമിക്കുന്നു, നീ കണ്ടില്ലേ സന്ദീപ്? ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. പിന്നെ അനീഷിനെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ റിഗ്രറ്റ് അടിക്കും, അതായത് നിങ്ങൾ ഖേദിക്കും, പശ്ചാത്താപിക്കും എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഇയാൾ എത്രത്തോളം ഭീകരമായിട്ടായിരിക്കും അനീഷേട്ടനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിന്റെ ഒരു സൂചന തന്നെയാണത്, അല്ലെ? ഇവിടെ അനുമോൾ ജയിച്ചു, സംഭവം ശരി, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. എന്താണ് സന്ദീപ് വിജയിച്ചതിന് ശേഷം ഇങ്ങനെ പറയുന്നത്? വിനു അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. വിനു ചെയ്തത് എന്താണ്? അനുമോളെ പൊക്കി 4-5 റീൽസ് അപ്ലോഡ് ചെയ്തു. വിനുവിനിൽ ഒരു പങ്കുമില്ല. അതായത് അനുമോൾ അവിടെ കളിച്ചുകൊണ്ടാണ് അനീഷ ജയിച്ചത്, സോറി സന്ദീപ് ജയിച്ചത്. അതായത് അനുമോളുടെ കളി കണ്ടിട്ടാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ നിങ്ങൾ എന്തിനു ഇങ്ങനെ ആക്കുന്നു? അതായത് ഇപ്പൊ ഇമ്മരാക്കുകയാണ് വിനു കാരണം അനുമോൾ ജയിച്ചു എന്ന്. എന്താണ്? ദൈവം കേൾക്കും സന്ദീപ് എന്നോട്. ഓക്കെ, ബാക്കിയും കൂടി കിടന്നു നോക്കാം. ഈ അനുമോളെ അടക്കം ഒരു സ്ത്രീയെ പോലും അയാൾ ദ്രോഹിച്ചിട്ടില്ല, തെറി വിളിച്ചിട്ടില്ല.
അല്ലെ? അതുകൂടാതെ തന്നെ അവിടെ ആവശ്യമില്ലാത്ത തല്ലുകൂട്ടങ്ങൾ ഉണ്ടായിട്ടില്ല, അങ്ങോട്ട് പോയിട്ട് ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അയാൾ ഒരുപാട് ത്യാഗങ്ങൾ ത്യജിച്ചു വന്നു. മോനെ സന്ദീപേ, ഒരു കാര്യം പറയുകയാണ്, അത് ബിഗ് ബോസ് ആണ്. അവിടെ ഗെയിം കളിക്കണം. പിന്നെ എന്തിനാണ് ഈ സാധാരണക്കാരൻ പാവപ്പെട്ട മനുഷ്യൻ അതിന്റെ അകത്തേക്ക് പോയത്? അതായത് അതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്, അങ്ങനെ ഇരുന്നാൽ ജനങ്ങൾ ജയിപ്പിക്കൂല. അവിടെ സാധാരണക്കാരന്റെ പവർ അദ്ദേഹം ഗെയിം കളിച്ച് കാണിക്കണം. അദ്ദേഹം മികച്ച രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ടോ? അല്ല, സന്ദീപ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ സന്ദീപ് പറയുന്ന ബാക്കിയും കൂടി കേൾക്കാം. എല്ലാവരും അറിയപ്പെടുന്ന രീതിയിലേക്ക് എത്തിയത് അയാളുടെ സ്വയം പ്രയത്നം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. അനിമോൾ എല്ലാവർക്കും അറിയാം. അനിമോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു PR കുറിച്ചിട്ട്. അതായത് എനിക്ക് PR ആവശ്യമില്ല എന്ന് എന്നോട് വിനു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. കാരണം അത്രയും മാത്രം പിന്തുണ എനിക്കുണ്ട് എന്നുള്ളത്. മോനെ സന്ദീപേ, ഈ വിനു എന്ന് പറയുന്ന അവനെ ഞാൻ എന്ത് വിളിക്കുന്ന, അവന് ഈ പറയുന്ന അനുമോൾ PR കൊടുത്തിട്ടില്ലെങ്കിലും അനുമോൾ വിജയിക്കുമായിരുന്നു. PR പറയുന്നത് ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാൻ കൊടുത്തു, അത്ര മാത്രമാണ്. അതിനെയാണ് ഇവന്മാർ PR എന്നൊക്കെ പറയുന്നത്. ആ വിനു, ആ പൊട്ടനെ എനിക്ക് എന്താ ആ പൊട്ടൻ കാരണമാണ് നമ്മുടെ അനുമോൾ ഇത്രയും ഡീഗ്രേഡിങ് ആവുന്നത് മക്കളെ. സന്ദീപ് പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഒരു സെലിബ്രിറ്റിയെയാണ് നമ്മളിപ്പോ ജയിപ്പിച്ചു വിട്ടിട്ടുള്ളത്. അതായത് സ്വന്തം കടം വീട്ടാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ എന്ന രീതിയിലാണല്ലോ എല്ലാവരും പറഞ്ഞത്. എന്തിനാണ് ആ കടം എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ആർഭാട ജീവിതം നയിക്കാൻ വേണ്ടി അവർ സ്വയം ഉണ്ടാക്കിയെടുത്ത കടങ്ങളാണ്. ആ കടങ്ങൾ വീട്ടാൻ വേണ്ടി അവർ ബിഗ് ബോസിലേക്ക് പോയി. അച്ഛന്റെ മുട്ടിന്റെ സർജറി ചെയ്യാൻ പണമില്ല, അതുകൊണ്ട് എന്റെ മകൾ അങ്ങോട്ട് പോയി എന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അതും വലിയ വില കൂടിയ വീടിന്റെ പിന്നിലുള്ള ചെറിയ ആ ഒരു പഴയ തറവാട്ടിന്റെ മുന്നിൽ ഇരുന്നിട്ട് അവിടെയും സിമ്പതി വർക്കൗട്ടിന് വേണ്ടി ചെയ്യാണ്. ആളുകളൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുകയും വോട്ടുകൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. മോനെ സന്ദീപ്, നിന്നെ പോലെയുള്ള യൂട്യൂബറാണ് അങ്ങനെ ചെയ്തത്. അതായത് ഈ പറയുന്ന നമ്മുടെ അനുമോളുടെ അച്ഛനും അനുമോളുടെ അമ്മയും എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിലിരുന്ന് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ സന്ദീപിനെ പോലുള്ള യൂട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നു, അതായത് ഈ പറയുന്ന അനുമോളുടെ അച്ഛൻ പറയുന്ന എല്ലാ ഭാഗം കട്ട് ചെയ്തിട്ട് ചെറിയ രംഗം പ്ലേ ചെയ്തിട്ട് പറയുകയാണ് അനുമോളുടെ അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്ന്. അതായത് അനുമോളുടെ അച്ഛൻ പറഞ്ഞ മുഴുവനൊന്നും വെക്കൂല, കട്ട് ചെയ്ത് ചെറിയൊരു കഷ്ണം എടുത്ത് പറയുകയാണ് സന്ദീപ് ഈ പറയുന്ന അനുമോളുടെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന്. നാണമുണ്ടോ സന്ദീപേ? നീ ഒരു കാര്യം ഓർക്കണം, നിനക്കുള്ളത് 2 ലക്ഷം സബ്സ്ക്രൈബറാണ്. ആ സബ്സ്ക്രൈബറെ നീ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല. നിന്റെ ഉള്ളിൽ ഒരു നല്ലതുണ്ട് എന്ന് വിചാരിച്ചാണ് നിന്നെ സബ്സ്ക്രൈബ് ചെയ്തത് ജനങ്ങൾ. ആ സബ്സ്ക്രൈബറെ നീ എന്തിനാണ് ഈ പറയുന്ന സന്ദീപെ നീ ചതിക്കുന്നത്? നാണമുണ്ടോ സന്ദീപ്? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കുകയാണ്. അതായത് നീയൊക്കെ നല്ല വാർത്ത കൊടുക്കണം സന്ദീപ്. ഒന്നെങ്കിൽ മിഡലിൽ നിൽക്കണം, ആർക്കും സപ്പോർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നീ നല്ല വാർത്ത കൊടുക്കണം. നീ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. അതായത് ഒരു ചെറിയ യൂട്യൂബർ ആണെങ്കിൽ പ്രശ്നമില്ല, 2 ലക്ഷം സബ്സ്ക്രൈബുള്ള സന്ദീപ് ഇങ്ങനെ വിഷം കയറിയാൽ എന്താവും അവസ്ഥ? അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.